നമ്മൾ കഴിഞ്ഞ ആഴ്ച അമേ റണാവഡയും രാഹുൽ കെ പിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഹെവി ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ആ കാര്യത്തിലേക്ക് ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു, ഏതാണ്ടെന്നല്ല തീരുമാനമായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. രാഹുൽ കെ പി ഒഡീഷ FC ഇപ്പോൾ എത്തിക്കഴിഞ്ഞു, ഫസ്റ്റ് മാച്ച് അടക്കം കളിച്ചു കഴിഞ്ഞു. അതുപോലെ അമേ റണാവഡയുടെ കാര്യം നമുക്കറിയാം, അടുത്ത സമ്മറും കാര്യങ്ങളിലൊക്കെയാണ്. അപ്പം ഈ വിഷയം തന്നെയാണ് ഈ ഒരാഴ്ച കഴിയുമ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രാഹുൽ കെ പി കഴിഞ്ഞ മത്സരത്തിൽ ഒഡീഷയ്ക്ക് വേണ്ടി കളിച്ചു. ആ ഒരു നിർണായക ഗോളിന് അദ്ദേഹം ഒരു കാരണമായിട്ടുണ്ട്. അത് ഓൺ ഗോൾ ആണെങ്കിലും അതിൽ ക്രെഡിറ്റ് നമുക്കറിയാം രാഹുൽ കെ പിക്ക് തന്നെയാണ്. ആ മാച്ച് ഞാൻ ലൈവ് കണ്ടിട്ടില്ല, നമുക്കറിയാലോ. ആ മാച്ച് നടക്കുന്ന സമയത്ത് ഞാൻ നമ്മുടെ അൽ നസർ മാച്ച് കാണാൻ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നീടാണ് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടത്, അല്ലെങ്കിൽ അന്ന് തന്നെ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചേനെ. സോ ഇപ്പോൾ വരുന്നൊരു വാർത്തയാണല്ലോ, രാഹുൽ കെ പിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ കഴിയില്ല, അങ്ങനെ ഒരു ക്ലോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതൊരു വീഡ് ക്ലോസ് ആണെന്നൊക്കെയുള്ള പലതരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളും കണ്ട് പലരും ഇതിനെപ്പറ്റിയൊക്കെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമെന്നുള്ളതാണ് രാഹുൽ കെ പിയുടെ വിഷയത്തിൽ ആദ്യം നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഈ ലോൺ ഡീൽ പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് ഈ ടൈപ്പ് ഓഫ് ക്ലോസുകളൊക്കെ ഉണ്ടാവാറുള്ളതാണ്. ഇപ്പം ലോൺ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ടൈപ്പിലാണുള്ളത്. ഒന്നിപ്പം ഫീസ് ഒന്നും വാങ്ങാതെ ഇപ്പം സീസൺ ലോൺ ഡീലിലൊക്കെ പല ക്ലബ്ബുകളിലേക്കും താരങ്ങളെയൊക്കെ വിടാനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഫീസൊക്കെ വാങ്ങാതെയാണ് പോകുന്നതെങ്കിലുള്ള കാര്യം ഈ പറഞ്ഞതുപോലെ എപ്പം വേണമെങ്കിലും തിരിച്ചു വിളിക്കാനുള്ള, എപ്പം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫർ വിൻഡോ തുറക്കുമ്പോൾ മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനെ തിരിച്ചു വിളിക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളും ഒക്കെ കാണും. ചിലപ്പോൾ ഈ പറഞ്ഞ പോലത്തെ ക്ലോസും കാര്യങ്ങളും ഒക്കെ ഈ ഡീലിനകത്ത് തന്നെ വെക്കാനുള്ള സാധ്യതകളുണ്ട്. രണ്ടാമത്തത് ലോൺ ഫീസ് കൊടുത്തിട്ട് ഒരു താരത്തെ സ്വന്തമാക്കുന്ന ഒരു പരിപാടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവർക്ക് തോന്നുമ്പോൾ തിരിച്ചു വിളിക്കാനും അല്ലെങ്കിൽ ഈ എതിരെ കളിക്കുന്ന പരിപാടി അങ്ങനെ ക്ലോസ് ഒന്നും വെക്കാനോ സാധിക്കില്ല. ഇപ്പം പൊതുവേ നമ്മൾ ഈ യൂറോപ്പിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പരിപാടിയാണ്, പേരന്റ് ക്ലബിനെതിരെ ഇപ്പം ലോണിൽ പോകുന്ന പ്ലേയേഴ്സിന് കളിക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യയിൽ നമ്മൾ കാണുന്നുണ്ട് സ്ഥിരമായിട്ട് കളിക്കുന്നത്. മിക്കവാറും അത് ഈ ഫീസ് കൊടുത്ത് പോകുന്നതുകൊണ്ട് അങ്ങനെ ഒരു ക്ലോസോ കാര്യങ്ങളൊന്നും വെക്കാത്തതുകൊണ്ടോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ രാഹുൽ കെ പിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇതൊരു ലോൺ ഡീലല്ല, ഇതൊരു പെർമനന്റ് ട്രാൻസ്ഫർ ആണ്. എനിക്കൊന്ന് 2027 വരെ മറ്റാണ് രാഹുൽ കെ പി ഒഡീഷ FC ആയിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ എങ്ങനെ ഈ ലോണിൻ്റെ കാര്യം അല്ലെങ്കിൽ ലോണിൻ്റെ കേസസിലൊക്കെ വരുന്ന ഈ ഒരു ക്ലോസ് ആപ്ലിക്കബിൾ ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ രാഹുൽ കെ പിക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് 6 മാസത്തെ കരാറ് മാത്രമായിരുന്നു ഇനി അവശേഷിച്ചിരുന്നത്. അപ്പം ആ സാഹചര്യത്തിൽ ഒഡീഷ മാത്രമാണ് രാഹുൽ കെ പിയിൽ ഇൻട്രസ്റ്റഡ് ആയെന്നൊക്കെയുള്ള വാർത്തകൾ പറയുന്നുണ്ട്. അത് രാഹുൽ കെ പി തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ആ സാഹചര്യത്തിൽ ഇപ്പം നെഗോഷിയേഷൻസ് ഒക്കെ നടത്തി. ഇപ്പം ഫീയുടെ കാര്യത്തിൽ ഇപ്പം ചെറിയ ഒരു തോതിലുള്ള ഫീ ഒക്കെ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ നെഗോസിയേഷൻ നടത്തിയിട്ടുള്ള സമയത്ത് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന തുകയും ഇതൊക്കെ ഒരു ധാരണയിലെത്തിയിട്ടുണ്ടാകും. അപ്പം അങ്ങനെ വന്നൊരു സമയത്ത് വെച്ചിട്ടുള്ളൊരു ക്ലോസ് ആയിരിക്കാം ഇത്. അപ്പം ആദ്യം ഈ പറഞ്ഞ പോലെ ഫീ കിട്ടി, ഇന്ന തുക കിട്ടി എന്നൊക്കെ പറഞ്ഞ് ചില മീഡിയാസൊക്കെ റിപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു രോഹൻ ശർമ്മ എന്ന് പറയുന്ന ഒഡീഷ FCയുടെ ഓണർ തന്നെ വന്നിട്ട് പറഞ്ഞു അങ്ങനത്തെ ഫീ ഒന്നും അല്ല കിട്ടിയിട്ടുള്ളത്, ഇത് ഫേക്ക് ആണെന്നൊക്കെയുള്ള കാര്യത്തിൽ. അപ്പം ഇപ്പോഴും രോഹൻ ശർമ്മ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്, ഇത് ശരിയാണ്, അതായത് ഈ ക്ലോസ് ഉണ്ട് എന്നുള്ള കാര്യം. അപ്പം അങ്ങനെയെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇപ്പം രാഹുൽ കെ പി നാളത്തെ മത്സരത്തിൽ കളിച്ചു കഴിഞ്ഞാൽ ഒരു തുക വെച്ചിട്ടുണ്ടായിരിക്കും, അത് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ പറഞ്ഞ തുക കൊടുക്കണ്ട. സോ അങ്ങനത്തെ ഒരു ഡീലാണ്. ഇപ്പോൾ എനിക്കൊന്ന് 6 മാസം മാത്രം ഇത് ചെയ്യുന്നു, ഫീ ഈ പറഞ്ഞ പോലെ ആ കാര്യത്തിലൊന്നും ഒരു കൊടുക്കാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനത്തെ ഒരു ക്ലോസ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അത്ര വിയേർഡായിട്ടുള്ള ഫുട്ബോളിൽ കാണാത്ത കാര്യമൊന്നും അല്ല എന്നുള്ളതും ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുന്നു. ഇനി അമേ റണാവഡയുടെ കാര്യം വരുമ്പോഴത്തേക്കും ഇപ്പം ഹേൽനോവും മറ്റു പല മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഒരു പ്രീ കോൺട്രാക്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഇതിനോടകം തന്നെ അമേ ഒപ്പുവെച്ച് കഴിഞ്ഞു. ജനുവരിയിൽ വരില്ല, അടുത്ത സമ്മറിൽ മാത്രമായിരിക്കും വരുന്നുണ്ടാകുക. നമുക്കറിയാം 26 ഓൾഡ് താരം ഒരു റൈറ്റ് ബാക്ക് ആയിട്ടുള്ള പ്ലെയറാണ്, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. കഴിഞ്ഞ സീസണിൽ അദ്ദേഹം നല്ല പെർഫോമൻസ് ഒക്കെ തന്നെയാണ് നടത്തിയെന്നുള്ളത് നമുക്കറിയാം. ഈ സീസണിലേക്ക് വരുമ്പോഴത്തേക്കും അസിസ്റ്റൻ്റെ കാര്യത്തിലൊക്കെ നമ്പേഴ്സിലോട്ട് വന്നിട്ടില്ല. പക്ഷേ നമുക്ക് ദീർഘകാലമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പ്രശ്നമായിരുന്നു റൈറ്റ് ബാക്ക് എന്ന് പറയുന്നത്. അത് പരിഹരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ പ്രീ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്ന രണ്ടാമത്തെ താരമാണ്. ഓൾറെഡി വികാസ് ഷിംനാമുമായിട്ട് നമ്മൾ പ്രീ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. സോ സമ്മറിൽ മാത്രമല്ല ജനുവരിയിലും പ്ലേയേഴ്സ് വേണം. കാരണം നമ്മുടെ ഇവിടുന്ന് 4 പ്ലേയേഴ്സ് പോയി, അതിൻ്റെ റീപ്ലേസ്മെൻറ്റും ഇവിടെ വരണം. എങ്കിൽ മാത്രമേ ഈ സീസണിലുള്ള പ്രതീക്ഷ നമുക്ക് എന്തെങ്കിലും വെക്കാനായിട്ട് പറ്റുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ചേർന്ന് കമൻസ് ചെയ്യാൻ വരികയാണ്. സരിയാ.